ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിമ്പിളായിക്കണ്ട് ഒരു ബിസ്ക്കറ്റ് പുഡിങ് എങ്ങനെ ഒരു ബൗളിൽ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിപ്പിംഗ് ക്രീം വേണം. ഞാൻ ഇവിടെ ഹൈ ഡ്രോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പാക്ക് ബിസ്ക്കറ്റ്, ഒരു 1/4 കപ്പ് ഷുഗർ സിറപ്പ് വേണം. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഒരു ബൗളെടുത്ത് ഫസ്റ്റ് ലെയറായി കണ്ട് ബിസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിൽ ഷുഗർ സിറപ്പ് 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ലെയറായി കണ്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ബിസ്ക്കറ്റിൻ്റെ മുകളിൽ. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താണ്. ഞാൻ അതിന് മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലെയർ ആയിക്കാണ്ട് ബിസ്ക്കറ്റ് വെക്കുക. അതിന് മുകളിൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ഇതാക്കുക. അങ്ങനെ ഒരു 3 തവണ നമ്മൾ ബൗൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുഡിങ്ങിൻ്റെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി പുഡിങ്ങാണ്. വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എന്തായാലും ഇഷ്ടപ്പെടും.